ഇന്ന് രാവിലെ കുർവ ദ്വീപിനടുത്ത് കാട്ടാനയുടെ കുത്തേറ്റ് പരിക്ക് പറ്റിയ രോഗിയെ അടിയന്തരമായും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്ത് കോഴിക്കോടേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ സ്പെഷ്യൽ സൗകര്യങ്ങളുള്ള ആംബുലൻസിൽ കോഴിക്കോട് എത്തിക്കുക. ഈ രണ്ട് ഓപ്ഷനിൽ ഏതാണ് അവിടെ പ്രായോഗികം, ആ പ്രായോഗികമായ നടപടികൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ മോണിറ്റർ ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉദാസീനത കൂടാതെ നിർവഹിക്കുന്നതായിരിക്കും എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ല, എയർ ലിഫ്റ്റിങ്ങിനുള്ള പ്രശ്നം അതിനകത്ത് മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് നമ്മുടെ കയ്യിലുള്ളതിനകത്ത് മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റി അത് ഡോക്ടർക്ക് വിട്ടുകൊടുക്കാനതില്ല. രണ്ടും റെഡിയാണ്. അപ്പോൾ മറ്റ് ഈ റോഡ് ഓപ്പറേഷൻ ആണെങ്കിൽ SP ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 SP മാരെയും, വയനാട് SPയും കോഴിക്കോട് SPയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും പ്രിൻസിപ്പലിനെയും വിവരം അറിയിച്ച് അവിടെ എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ത്വരിതഗതിയിൽ ചെയ്യുന്നുണ്ട്. ജീവൻ രക്ഷിക്കുക എന്നതാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള നിർദ്ദേശങ്ങളും നടപടികളും ഈ രൂപത്തിൽ മോണിറ്റർ ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പക്ഷേ മെഡിക്കൽ സൗകര്യം കൂടി വേണമെന്നാണ് അത് നമ്മുടെ ഡോക്ടർമാർക്ക് വിട്ടുകൊടുക്കാനേ പറ്റുള്ളൂ, നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ശരി.